ഓക്കെ, ഇനി ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, third question. A series of consolidated undrained triaxial test was conducted on an over-consolidated clay and the following results were obtained. അപ്പോൾ കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റാണ്, അൺഡ്രെയിൻഡ് ആയിട്ടുള്ള ട്രയാക്സിയൽ ടെസ്റ്റാണ് ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ ഈ ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ടേബിളിലെ വാല്യൂസ് നോക്കാം. അൺഡ്രെയിൻഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഡ്രെയിനേജ് നടത്തിയിട്ടില്ല. അപ്പോൾ അവിടെ എന്ത് മെഷർ ചെയ്യാൻ പറ്റും? ഡ്രെയിനേജ് പോസിബിൾ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാലാണ് ആ പോർസിലുള്ള വാട്ടറിൻ്റെ പ്രഷർ എത്രയാണെന്ന് നമുക്ക് കിട്ടുക. അപ്പോൾ പോർ വാട്ടർ പ്രഷർ ഇവിടെ മെഷർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് സാമ്പിൾ നമ്പർ, സെൽഫ് പ്രഷർ, ഡീവിയേറ്റർ സ്ട്രെസ്, പോർ വാട്ടർ പ്രഷർ ഇത്രയും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? പ്ലോട്ട് ദ സ്ട്രെങ്ത് എൻവലപ്പ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ സ്ട്രെസ് ആൻഡ് ഇഫക്റ്റീവ് സ്ട്രെസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഹെൻസ് ഡിറ്റർമിൻ ദി സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്. സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സി ആൻഡ് ഫൈ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഒരു സിലബസിൽ പറയുന്നില്ല ഈ AF എന്നുള്ള ഒരു പാരാമീറ്ററിനെ പറ്റിയിട്ടൊന്നും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി വരില്ല. അതുകൊണ്ട് ആ ഒരു പാർട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ബാക്കി പോർഷൻ, അതായത് ഈ ഫസ്റ്റ് പ്രോബ്ലം പോർഷൻ മാത്രം നമുക്ക് ചെയ്താൽ മതി. സ്ട്രെങ്ത് എൻവലപ്പ് പ്ലോട്ട് ചെയ്യുക ഇൻ ടേംസ് ഓഫ് ടോട്ടൽ സ്ട്രെസ് ആൻഡ് ഇഫക്റ്റീവ് സ്ട്രെസ്, അതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഹെൻസ് ഡിറ്റർമിൻ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്. അപ്പോൾ ടോട്ടൽ സ്ട്രെസ്സിൻ്റെ ടേംസിലുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇഫക്റ്റീവ് സ്ട്രെസ് ടേംസിലുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ടോട്ടൽ സ്ട്രെസ് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മോർ സർക്കിൾസ്, എത്ര മോർ സർക്കിൾ വരും? 3 സർക്കിൾ വരും. അത് പ്ലോട്ട് ചെയ്യണം. എന്നിട്ട് അതിന് കോമൺ ടാൻജൻറ്റ് വരയ്ക്കണം, നേരത്തെ വരച്ച പോലെ. എന്നിട്ട് അതിൻ്റെ സി ആൻഡ് ഫൈ വാല്യൂസ് എത്രയാണെന്നുള്ളത് നോട്ട് ചെയ്യണം. സെക്കൻഡ് പാർട്ട് എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ ഒരു ടേബിളും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? ഇഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലും ഇതേപോലെ 3 സർക്കിൾസ് വരയ്ക്കാനുണ്ടാവും. ആ 3 സർക്കിളും പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് കോമൺ ടാൻജൻറ്റ് വരയ്ക്കുക. ആ ടാൻജൻറ്റ് y ആക്സിസിൽ ടച്ച് ചെയ്ത ആ ഒരു ഇൻ്റർസെപ്റ്റ്, കൊഹിഷൻ ഇൻ്റർസെപ്റ്റ് C = എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. സി ഇവിടെ ഇഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ടേംസിലായതുകൊണ്ട് C എന്നല്ല C' എന്ന് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഫൈ മാർക്ക് ചെയ്യണം. ഫൈക്ക് ഇവിടെ എന്തായിരിക്കും? ഇൻ ടേംസ് ഓഫ് ഇഫക്റ്റീവ് സ്ട്രെസ് ആയതുകൊണ്ട് തന്നെ ഫൈക്ക് പകരം φ' = എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യുക. അത്രയാണ് ക്വസ്റ്റ്യനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ആദ്യം ടോട്ടൽ സ്ട്രെസ്സിൻ്റെ ടേംസിലുള്ള വാല്യൂസ് ഉണ്ട്. സിഗ്മ 3 എന്ന് പറഞ്ഞാൽ ഇതാ സിഗ്മ C തന്നെയാണ്, കൺഫൈനിങ് പ്രഷർ അല്ലെങ്കിൽ സെൽഫ് പ്രഷർ. അപ്പോൾ സിഗ്മ 3 എന്ന് പറഞ്ഞിട്ട് ഇതേ വാല്യൂസ് എടുത്ത് എഴുതി, 125, 250, 500. ഇനി സിഗ്മ 1 വാല്യൂ, സിഗ്മ 1 എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ C പ്ലസ് സിഗ്മ D. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് സിഗ്മ 1, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. 510 + 125 = 635, 620 + 250 = 870, 850 + 500 = 1350. അങ്ങനെ വാല്യൂസ് എഴുതി. ഇനി അപ്പോൾ ടോട്ടൽ സ്ട്രെസ്സിൻ്റെ ടേംസിലുള്ള ഇത് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഈ 2 സെറ്റ് വാല്യൂസ് എടുത്തിട്ട് 3 സർക്കിൾസ് പ്ലോട്ട് ചെയ്തു. എന്നിട്ട് ടോ ആൻഡ് സിഗ്മയാണിത്. ഓക്കെ, എന്നിട്ട് ആ 3 എണ്ണത്തിനും കൂടെ ഒരു കോമൺ ടാൻജൻറ്റ് വരച്ചു. ഈ ഇൻ്റർസെപ്റ്റ് C = എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ C = ഇവിടെ എത്ര എഴുതിയിട്ടില്ലേ? 140 kN/m². നിങ്ങൾ വരച്ചിട്ട് അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ആൻഡ് ഫൈ = 19.5 ഡിഗ്രി എന്നാണ് വരച്ചിട്ടുള്ളത്. ടോട്ടൽ സ്ട്രെസ്സിൻ്റെ ടേംസിലുള്ളതാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്ത U വാല്യൂസ്, അതായത് പോർ പ്രഷർ വാല്യൂസ് അല്ലെങ്കിൽ ന്യൂട്രൽ സ്ട്രെസ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. -, +120 ഇത്രയും വാല്യൂസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ 3 ബാറും സിഗ്മ 1 ബാറും, അതായത് ഇഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ടേംസിലുള്ള മേജർ ആൻഡ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ സിഗ്മ 3 എന്നല്ല സിഗ്മ 3 ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ സിഗ്മ 3 ബാർ = എന്താണ്? സിഗ്മ 3 - U, അതായത് പോർ പ്രഷർ മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ 125 - -70, അതുകൊണ്ട് അത് 125 + 70 എന്നായിട്ട് വരും. അങ്ങനെയാണ് 195. അതുപോലെ 250 - -10, അപ്പോൾ 260 എന്ന് വന്നു. 500 ഇവിടെ പിന്നെ പ്ലസ് വാല്യൂ തന്നെയായിരുന്നു. അപ്പോൾ 500 - 120 = 380. അതേപോലെ സിഗ്മ 1 ബാർ വാല്യൂസ്, സിഗ്മ 1 ബാർ = എന്താണ്? നമ്മളിവിടെ കണ്ടുപിടിച്ച സിഗ്മ 1 - U. അപ്പോൾ 635 - -70 = 705. 870 - -10 = 880. 1350 - 120
ഈക്വൽ ടു 1 2 3 0. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് സിഗ്മ 3 ബാർ ആൻഡ് സിഗ്മ 1 ബാർ വാല്യൂസ് കിട്ടി. ഇത്രയും പോർഷൻ ആവശ്യമില്ല കേട്ടോ, കാരണം അത് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ പാർട്ടാണ്. അപ്പോൾ ഈ ഒരു എത്ര കോളം വരുന്നുണ്ട്? 1 2 3 4 5 6 കോളംസ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇത്രയും ഭാഗം അടുത്തൊരു പ്രോബ്ലത്തിൻ്റെയാണ്, അത് നമുക്കിവിടെ ആവശ്യമില്ല. ഇത്രയും പോർഷൻ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഈ സിഗ്മ 3 ബാർ ആൻഡ് സിഗ്മ 1 ബാർ വാല്യൂസ് വെച്ചിട്ട്, അതാണ് ഇഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഉണ്ടോ, ഇഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ടോയും സിഗ്മ ബാറും വെച്ചിട്ടുള്ള ഗ്രാഫാണ് അടുത്തത്. അതിലിതുപോലെ നമുക്ക് കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് 3 സർക്കിൾസ് പ്ലോട്ട് ചെയ്തു. എന്നിട്ട് ആ 3 സർക്കിളിനും കോമൺ ആയിട്ടൊരു ടാൻജൻറ്റ് പ്ലോട്ട് ചെയ്തു. ആ ടാൻജൻറ്റ് നമ്മുടെ വൈ ആക്സിസിൽ ഒരു പോയിന്റിൽ വന്ന് ടച്ച് ചെയ്തു. അപ്പോൾ ഈ ഒരു വൈ ഡയറക്ഷനിലുള്ള ഇൻ്റർസെപ്റ്റാണ് സി എന്ന് പറയുന്നത്, സി ഡാഷ് എന്ന് പറയുന്നത്. സി ഡാഷ് ഈക്വൽ ടു 50 kN/m². അതുപോലെ ഈ ഒരു ലൈൻ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്ത് 5' ഈക്വൽ ടു 28.5 ഡിഗ്രി. അപ്പോൾ നല്ല അക്യുറേറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. ഇപ്പോൾ ആക്ച്വൽ വാല്യൂ ഒന്ന് ചെറിയൊരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാലും നമുക്കിതിനൊക്കെ മാർക്ക് കിട്ടും, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ മാക്സിമം ആ ആക്ച്വൽ വാല്യൂവിനോട് അടുത്ത് കിട്ടുന്ന പോലെ തന്നെ ഈ വാല്യൂസ് വരണം. ഇവിടെ സി ഡാഷ് എന്ന് തെറ്റി എഴുതിയിട്ടുള്ളതാണ് കേട്ടോ, ഇവിടെ സി എന്നേ വരുള്ളൂ, സി ആൻഡ് 5, ഇവിടെ സി ഡാഷ് ആൻഡ് 5'. അപ്പോൾ ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. അതിൻ്റെ ഇക്വേഷനാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നത്. സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ 3 ടാൻ സ്ക്വയർ 45 + 5/2 പ്ലസ് 2c tan 45 + 5/2. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സിഗ്മ 1 സിഗ്മ 3 വാല്യൂസൊക്കെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ അൺനോൺസ് ആയിട്ടുണ്ടാവുക സി ആൻഡ് 5 ആണ്. അങ്ങനെ ഏതെങ്കിലും 2 സെറ്റ് വാല്യൂസ് സിഗ്മ 1 സിഗ്മ 3യുടെ 2 സെറ്റ് വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഇക്വേഷൻ കിട്ടും. അത് രണ്ടും കൂടെ നിങ്ങൾ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സി ആൻഡ് 5 വാല്യൂസ് കിട്ടും. അതാണ് ആക്ച്വൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ. അത് തന്നെയാണോ നിങ്ങൾക്ക് ഈ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വാല്യൂ ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് തരുമ്പോൾ തന്നെ ആ രീതിയിലും കൂടെ ചെയ്യുമ്പോൾ ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജും കൂടെ ഇവിടെ ഉണ്ട്. ചെയ്ത് വെച്ചു ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. ആ ഇക്വേഷനിൽ ഒപ്പം മറ്റേ തരത്തിലും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കറക്റ്റാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഗ്രാഫിക്കലി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്താലും മതി. പക്ഷേ കൂടുതലും ഗ്രാഫിക്കലി സോൾവ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇവിടെ മോർ സർക്കിളൊക്കെ പഠിക്കുന്നതുകൊണ്ട് അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവും. മറ്റേ തരത്തിലാണ് ഇനിയിപ്പോൾ സമയമില്ല, ഗ്രാഫും പ്ലോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ മറ്റേ തരത്തിൽ ചെയ്തു വെച്ചാലും കുറച്ച് മാർക്ക് എന്തായാലും കിട്ടും. ബൈ ഡ്രോയിങ് മോർ സർക്കിൾ ആൻഡ് മോർ എൻവലപ്പ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സർക്കിൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് വേണം നിങ്ങളുടെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ 3 പ്രോബ്ലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നിങ്ങൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ഞാനിവിടെ കാണിച്ചു തന്നു, അങ്ങനെയും ചെയ്യുക. ഇതേ പ്രോബ്ലംസ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും സി ആൻഡ് 5 വാല്യൂസ് ഈ ഗ്രാഫിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന അതേ വാല്യൂവിനോട് അടുത്ത് തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്തല്ല, വല്ലാതെ വേരിയേഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഗ്രാഫ് പ്ലോട്ട് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 3 നോട്ടിൽ ചെയ്തിട്ട് വേഗം കാണിക്കുക. ഓക്കെ.